ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സണ്ണിച്ചൻ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര പരുന്തുംപാറയാണ് കേട്ടോ. ഇന്ന് പരുന്തുംപാറ ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് അവിടെ സ്റ്റേ ചെയ്യാൻ പാകത്തിനുള്ള പോക്കാണ്. അപ്പോൾ എന്താണെങ്കിലും സാധാരണ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിലൊന്നും ഇറങ്ങാറില്ല. പക്ഷേ ഇത് പുലർച്ചെ 5:30 തന്നെ ഇറങ്ങി ഞങ്ങൾ കേട്ടോ. അപ്പോൾ പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ, മൂലമറ്റം, കാഞ്ഞാറ് വഴി പുള്ളിക്കാനം, വാഗമൺ അങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ എന്ന് വെച്ചാൽ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ കാഞ്ഞാർ റോഡിൽ പോയിട്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണുന്നത്. കാര്യം നമ്മൾ പല പ്രാവശ്യം അതിൽ പോകുമ്പോഴും ഈ ബോർഡ് കാണാറുണ്ട്, എന്നാൽ അങ്ങോട്ട് കയറി പോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പെട്ടെന്നൊരു തീരുമാനം എടുത്ത് നമുക്ക് അന്ന് ഈ വഴി അങ്ങ് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇത്തവണ പോകുന്നൊരു അർബാനിയൊക്കെയാണ്. കാരണം ഞങ്ങൾ വലിയവരും കുട്ടികളൊക്കെ ആയിട്ട് ഒരു 20 പേരോളം ഉണ്ട്, ഫ്രണ്ട്സ്, ഫാമിലി, ഞങ്ങളെല്ലാവരുമായിട്ട്. എന്താണെങ്കിലും അത്യാവശ്യം നല്ല കയറ്റമൊക്കെ കയറി ഞങ്ങൾ ടോപ്പിൽ ചെന്നു. അപ്പോൾ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അത്യാവശ്യം ടൂറിസ്റ്റ് പ്ലേസസൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പാകത്തിന് ജീപ്പിൽ അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ജീപ്പുകാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിച്ചു. അപ്പോൾ ഒരു ജീപ്പിന് 1000 രൂപയാണ് അവർ ചാർജ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 2 ജീപ്പ് എടുത്തു. ആ 2 ജീപ്പിൽ ആയിട്ട് ഞങ്ങൾ കയറി. ആദ്യം അവർ പോകാമെന്ന് പറഞ്ഞത് ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ ചിറ കാണാനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ നേരെ ചിറ കാണാനായിട്ട് ചെന്നു. ചിറ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാറ്റ് കൊണ്ടാവാം ഈ ഇലയൊന്നും അവിടെ വീഴില്ല എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്നത്. എന്താ അറിയില്ല. എന്തായാലും ചെന്നപ്പോൾ ഇലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ വൃത്തിയായിട്ട് കിടക്കുന്നൊരു തടാകം. എന്താണെങ്കിലും അതിൻ്റെ സൈഡിൽ ഇറങ്ങി നിന്ന് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു, 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ വണ്ടിക്കാർ പറഞ്ഞു ഇനി അടുത്തത് നമ്മൾ പോകുന്നത് മുനിയറ ഗുഹ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടുത്തത് പിന്നെ മുനിയറ ഗുഹ കാണാനായിട്ട് അവിടെ നിന്ന് വീണ്ടും വണ്ടിയിൽ കയറി തിരിച്ച് പോന്നു കേട്ടോ. അപ്പോൾ ഈ മുനിയറ ഗുഹയിലേക്ക് ഇറങ്ങുന്ന ആ വഴി തുടങ്ങി ആ ടോപ്പിലെത്തുന്നത് വരെ അത്യാവശ്യം കൊള്ളാവുന്ന ഓഫ് റോഡാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കണ്ടത്. അപ്പോൾ ഞങ്ങൾ നേരെ മെയിൻ റോഡിൽ നിന്ന് ആ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയൊരു തോട് പോകുന്നുണ്ട്. ആ തോട്ടിലൂടെ കയറി ഇറങ്ങി. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇവിടേക്ക് പോകുന്ന വഴി. ഇപ്പോൾ നമ്മുടെ വണ്ടികൾ ഈ റോഡിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കും കൊണ്ടുപോകാം. സാധാരണ ജീപ്പുകൾ നമ്മളെ വണ്ടിയുടെ ഒക്കെ ഒരു നല്ലതിന് വേണ്ടിയിട്ട് നമ്മളത് അങ്ങനെ റിസ്ക് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ജീപ്പ് വിളിച്ച് പോകും. കുറച്ച് പേരൊക്കെ നടന്നും പോകുന്നുണ്ട് കേട്ടോ. ഈ പോകുന്ന യാത്ര അത്യാവശ്യം ഓഫ് റോഡാണ്. എന്നാൽ വലിയ ഓഫ് റോഡാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. കാരണം ഇവിടെ 2 വീൽ ഡ്രൈവ് വണ്ടികൾ തന്നെയാണ് ജീപ്പൊക്കെ കയറി പോകുന്നത്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാനുള്ളൊരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് കാരണം നമുക്ക് താഴെ ഇടുക്കി ജില്ലയുടെ തൊടുപുഴ ടൗണും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന മലങ്കര ഡാമാണ് കേട്ടോ. മലങ്കര ഡാം നമുക്കൊക്കെ അറിയാം. നമ്മുടെ ഒരു സിനിമാ നടൻ മുങ്ങി മരിച്ച് ആ ഒരു അതൊക്കെ നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ മലങ്കര ഡാമാണ് കാണുന്നത്. എന്താണെങ്കിലും വലിയ കോടയൊന്നും ഇല്ലാതിരുന്നു. ഞങ്ങൾ അതിരാവിലെ തന്നെയാണ് കേട്ടോ. വലിയ കോടയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാണാനൊക്കെ പറ്റി. അപ്പോൾ അവിടുത്തെ ഒരു ഭംഗി ഒക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം കുശലാന്വേഷണങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞു, വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഞങ്ങൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുഹയിലേക്ക് ഇറങ്ങാണ്. അതായത് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നതിനോട് തൊട്ട് ചേർന്ന് ഒരു ചെറിയൊരു ഇടുക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഇത് ഞാൻ തന്നെയാണ് കേട്ടോ. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ എന്നെയും കാണിക്കണ്ടേ. നമ്മൾ തന്നെ വേണ്ട കാണിക്കാനായിട്ട്. എന്താണെങ്കിലും ആ വ്യൂ പോയിന്റിൽ നിന്ന് ഞങ്ങൾ അടുത്ത് ഗുഹയിലേക്ക് പോയിട്ടോ. ഗുഹയിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയൊരു ഇടുക്കാണ്. നല്ല ഇറക്കാണ് കേട്ടോ. നല്ല ഇടുക്ക്. ചുറ്റും ഈ എന്താ പറയുക ഈറ്റക്കാടുകളാണ്. ഈറ്റക്കാടിനുള്ളിലൂടെ വലിയ കല്ലും ഇതൊക്കെ ചവിട്ടി സൂക്ഷിച്ച് താഴേക്ക് ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്ന വഴിക്ക് ജീപ്പിലെ ഡ്രൈവേഴ്സ് പറയുന്നുണ്ട് നനയുന്ന ഷൂ ഒക്കെ ആണെങ്കിൽ ചെരുപ്പുകളൊക്കെ ആണെങ്കിൽ എല്ലാവരും ഊരി ഇട്ടോ, കാരണം ഗുഹയുടെ ഉള്ളിൽ വെള്ളമുണ്ടെന്ന് പറഞ്ഞേ. എന്താണെങ്കിലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. എല്ലാവരും ഷൂ ഒക്കെ ഊരിയിട്ട് എന്താണെങ്കിലും വെള്ളത്തിൽ ഗുഹയുടെ ഉള്ളിൽ പോകാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങളുടെ കൂടെ എന്താണെങ്കിലും ജോബി സാറ് പറഞ്ഞു ഞാൻ എന്താണെങ്കിലും ഇറങ്ങണില്ല, നിങ്ങളുടെ ഷൂ ഒക്കെ നോക്കാനായിട്ട് ഒരാൾ വേണ്ടെന്ന് പറഞ്ഞു. ജോബി അവിടെ നിന്നു. ഞങ്ങളെല്ലാവരും ചെരുപ്പൊക്കെ ഊരി വെച്ച് ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങി. അപ്പോൾ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ നിറച്ചും ഈറ്റക്കാടുകളാണ്. ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഇടുക്കാണ്. നമ്മൾ കുനിഞ്ഞ് വേണം ഇറങ്ങാനായിട്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുട്ടിന് താഴെയായിട്ട് വെള്ളമുണ്ട്. അതിലൂടെ നമുക്ക് ഇതാണ് കണ്ടോ ഗുഹ. ഇടുങ്ങിയൊരു ഇതിലൂടെ വേണം നമ്മൾ താഴേക്ക് ഇറങ്ങാനായിട്ട്. പക്ഷേ ഗുഹയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ
അത്യാവശ്യം നമുക്ക് എത്ര ഹൈറ്റുള്ള ആളാണെങ്കിലും നമുക്ക് നിവർന്ന് നിൽക്കാം. ഒരു 10-15 പേർക്ക് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൂറിസ്റ്റുകൾ ഒരേ സമയം നിൽക്കാൻ പറ്റും. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഇത് പാറയല്ല, മണ്ണ് തന്നെയാണ്. നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് താഴേക്കൊന്നും ഇടിഞ്ഞ് പോകുന്നില്ല. ഇത് നിലവിൽ നമ്മൾ മനുഷ്യരുണ്ടാക്കിയെടുത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. നിലവിൽ ഉണ്ടായിരുന്ന ഗുഹയായിരിക്കാം. പണ്ടൊക്കെ എന്താ പറയുക, ഈ പടയോട്ട കാലത്തൊക്കെ ചിലപ്പോൾ പടയാളികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചിരുന്നു ആവാം, അറിയില്ല. ആധികാരികമായിട്ട് നമുക്കൊന്നും അറിയില്ല. അതിൻ്റെ ഏറ്റവും അറ്റത്ത് ചെറിയൊരു പൊത്തുണ്ട്. ആ പൊത്തിൽ നിന്ന് ഇപ്പോഴും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു നീരുറവ് പോലെ ആ വെള്ളം ഇങ്ങനെ വരും. ആ വെള്ളം വന്നിട്ട് നേരെ അത് പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നപ്പോഴേക്കും ചെറിയ ഈ തവളയും മറ്റേ വവ്വാലിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഒരുപാട് നേരം അവിടെ നിൽക്കാൻ തോന്നിയില്ല കേട്ടോ. നേരെ എല്ലാം ഒന്ന് കവർ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, കണ്ട ഇതൊരു പൊത്താണേ. ഇതിൻ്റെ ഉള്ളിൽ കൂടി എപ്പോഴും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. നല്ല തണുപ്പാണ് കേട്ടോ. കാരണം എത്രയും ഉള്ളിൽ നിന്ന് വരുന്ന നീരുറവല്ലേ, അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു. എല്ലാവരും കൂടി ഞങ്ങൾ അവിടെ നേരെ പുറത്തേക്ക് കിടക്കുകയാണ്. പുറത്തേക്ക് കിടന്നിട്ട് ഈ പറഞ്ഞ ഇറങ്ങി കയറ്റൊക്കെ തിരിച്ച് കയറണമല്ലോ. അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഇലവിഴ പൂഞ്ചിറ സിനിമയൊക്കെ കണ്ടില്ലേ നമ്മൾ, അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാം. നമുക്ക് വലിയ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും അറിയില്ല, അതിൻ്റെ പോരായ്മയൊക്കെ വീഡിയോയിൽ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഉറപ്പായിട്ടും ചെറിയ ഈ 2 ദിവസം അവിടെ പോയി ചെറുതായിട്ട് പൂളിലൊക്കെ ചാടി അർമാദിച്ച് മഞ്ഞൊക്കെ അടിച്ചെൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു കിച്ച് അതുകാരം വോയിസ് കറക്റ്റില്ല. അപ്പോൾ എന്താണെങ്കിലും അടിപൊളിയായിട്ട് ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റി. ഇനിയിപ്പോൾ നേരെ ഈ പറഞ്ഞ വ്യൂ പോയിൻ്റ് അല്ല, ആ ടോപ്പിൽ നമ്മളെ സിനിമയിൽ കണ്ടില്ലേ, സൗബിൻ്റെ ആ സിനിമയിൽ കണ്ടില്ലേ, അവരുടെ ഒരു ടവർ സ്റ്റേഷനും ഇതൊക്കെ ആയിട്ടല്ലേ, അതെല്ലാം അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ കാണാനായിട്ട് ആണ് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത്. പക്ഷേ അത് അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.